അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എങ്ങനെയാണ്? ചൂടാണോ എല്ലായിടും? മഴയൊക്കെ ഉണ്ടോ? ഭയങ്കര ചൂട്, സഹിക്കാൻ വയ്യാത്ത ചൂടാണ്. ഇപ്പം ചൂടാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മൾ 2-3 ആഴ്ച കൂടെ കഴിയുമ്പോൾ ഒടുക്കലത്തെ മഴയെന്നും പറയും അല്ലേ? അതാണ് മനുഷ്യൻ്റെ അവസ്ഥ. ഇപ്പം ഏതായാലും ചൂട് സഹിക്കാൻ വയ്യത്തില്ല. അപ്പോൾ ചൂടോടുള്ള വാർത്തകൾ, ഞാൻ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ പറയാം. ചൂടായിട്ടിരിക്കട്ടെ അല്ലേ? അപ്പോൾ തുടരും എന്ന ചിത്രത്തിൻ്റെ കളക്ഷൻ അറിയാൻ വേണ്ടിയായിരിക്കും എല്ലാവരും കാത്തിരിക്കുന്നത്. ഞാൻ കളക്ഷനുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ഒന്നും ചെയ്തില്ലായിരുന്നു. അപ്പോൾ ഇന്നലെ തുടരും എന്ന ചിത്രം നേടിയത് 3,95,00,000 രൂപയാണ് ഇന്നലെ നേടിയിരിക്കുന്നത്. അങ്ങനെ തുടരും എന്ന ചിത്രം കേരളത്തിൽ നിന്ന് ടോട്ടലായിട്ട് 83,90,00,000 നേടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നുകൊണ്ട് ചിത്രം 3 കോടി എങ്കിലും ഇന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇപ്പം ഇപ്പോഴത്തെ കണക്കും പ്രകാരം 2 കോടിക്ക് മുകളിൽ ഇപ്പം കണക്ക് നേടിയിട്ടുണ്ട്. അപ്പോൾ ഇനിയും ഷോകളുണ്ട്. അപ്പോൾ ഇന്ന് 3-3.5 കോടിയെങ്കിലും റേഞ്ചിൽ നമുക്ക് പ്രതീക്ഷിക്കാം. 2.5-3 കോടി റേഞ്ചിലേക്ക് പ്രതീക്ഷിക്കും. കാരണം പുതിയ ചിത്രങ്ങൾ ഒത്തിരി റിലീഫുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് തിയേറ്ററിൻ്റെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 3 കോടി റേഞ്ചിലൊക്കെ ഇന്നും പ്രതീക്ഷിക്കാൻ തോന്നും. അങ്ങനെയെങ്കിൽ ഇന്നുകൊണ്ട് ഒരു 87 കോടിയിലേക്ക് തുടരും എന്ന ചിത്രം കടക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. 87 കോടി കടന്നു കഴിഞ്ഞാൽ നാളെ ചിത്രത്തെ സംബന്ധിച്ച്, ലാലേട്ടനെ ഇഷ്ടപ്പെടുന്നത്, മലയാള സിനിമയെ ഇഷ്ടപ്പെടുന്നവരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. കാരണം ലാലേട്ടന് കഴിയാതെ പോയൊരു കാര്യമായിരുന്നു. എമ്പുരാൻ്റെ എല്ലാ കളക്ഷൻ റെക്കോർഡുകളും തകർത്തെങ്കിലും 89 കോടി എന്ന 2018 റെക്കോർഡ് തകർക്കാൻ പറ്റിയില്ല. മലയാള സിനിമയുടെ ചരിത്രത്തിലെ കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടിയ കളക്ഷൻ നേടിയ ചിത്രമാണ് 2018 എന്ന് പറയുന്ന ചിത്രമാണ്. ലാലേട്ടൻ്റെ കൈവശം ഇല്ലാത്ത ഒരു റെക്കോർഡ്. അത് നാളെ തുടരും എന്ന ചിത്രം കൈക്കലാക്കാൻ പോവുകയാണ്. അപ്പോൾ ലാലേട്ടൻ 80 കോടിക്ക് മുകളിൽ നേടിയ 4 ചിത്രങ്ങളിൽ 3 മോഹൻലാലിൻ്റെ ചിത്രങ്ങളാണ് എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. ഒന്ന് നമ്മുടെ പുലിമുരുകൻ 85 കോടി, എമ്പുരാൻ 87 കോടി, 2018 89 കോടി, ഇപ്പോഴത്തെ 80-ന് മുകളിൽ നേടിയിരിക്കുന്ന ചിത്രം തുടരും എന്ന ചിത്രം 83,90,00,000. ഈ തുടരും എന്ന ചിത്രം എവിടെ ചെന്ന് നിൽക്കുന്നു എന്നാണ് നമ്മൾ ഇനി അറിയേണ്ടത്. ഏതായാലും 100 കോടി കടക്കും എന്ന് ഏകദേശം ഉറപ്പാക്കിയിരിക്കുകയാണ്. എങ്കിൽ എവിടെ 100-ന് മുകളിൽ എവിടം വരെ എത്തും കേരളത്തിൽ എന്നാണ് നമ്മൾ നോക്കിക്കാണാൻ പോകുന്നത്. പലരും പലതവണ പറഞ്ഞിട്ടുണ്ട്, കേരളത്തിൽ നിന്നൊക്കെ 100 കോടി നേടുക വലിയ പാടാണ്, ഒരു സിനിമയും നേടിയിട്ടില്ല. പക്ഷേ ലാലേട്ടൻ എന്ന് പറയുന്ന നടന് അതിനും കഴിയുന്നു എന്നാണ് നമ്മൾ കാണിച്ചു തരുന്നത്. അപ്പം തുടരും എന്ന ചിത്രത്തിൻ്റെ 100 കോടി കളക്ഷന് വേണ്ടി നമ്മൾ കാത്തിരിക്കാം. നാളെ തുടരും എന്ന ചിത്രത്തിൻ്റെ, ശനിയാഴ്ച തുടരും എന്ന ചിത്രത്തിൻ്റെ മലയാളത്തിൽ നിന്നുള്ള 90 കോടിയിലേക്ക് എത്തും എന്നുള്ളത് സന്തോഷമായിട്ട് ഞാൻ അറിയിക്കുന്നുണ്ട്. അപ്പം ഇതിൻ്റെ കൃത്യമായിട്ടുള്ള കളക്ഷൻ നമുക്ക് വന്നിട്ടുണ്ട്. കർണാടകത്തിൽ നിന്ന് തുടരും എന്ന ചിത്രം നേടിയത് 6,91,00,000. ആന്ധ്രാപ്രദേശിൽ നിന്ന് 3,06,00,000. തമിഴ്നാട്ടിൽ നിന്ന് 3,58,00,000. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ ഇന്ത്യയിലെ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ നിന്ന് 3,75,00,000. കേരളത്തിൽ നിന്ന് 83,90,00,000. അങ്ങനെ ടോട്ടലായിട്ട് ഇന്ത്യയിൽ നിന്ന് ഈ ചിത്രം നേടിയിരിക്കുന്നത് 101,20,00,000. അങ്ങനെ വേൾഡ് വൈഡായിട്ട് ഈ ചിത്രം നേടിയിരിക്കുന്നത് 184,70,00,000. അതിൽ ഓവർസീസിൽ നിന്ന് നേടിയിരിക്കുന്നത് 83,50,00,000. ഇന്ത്യയിൽ നിന്ന് 101,20,00,000. അങ്ങനെയാണ് 184,70,00,000. ആർക്കും പ്രത്യേകിച്ച് സംശയമൊന്നുമില്ലല്ലോ. പല കളക്ഷൻ വരുമ്പോഴും ചെറിയ ചെറിയ വ്യത്യാസം വരുമെങ്കിലും ഇതാണ് ഔദ്യോഗികമായിട്ട് നമുക്ക് കിട്ടിയ വിവരങ്ങൾ. അപ്പം തുടരും എന്ന ചിത്രം അതിൻ്റെ ജൈത്രയാത്ര തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പം പുതിയ 2 ചിത്രങ്ങൾ ഇന്നലെ റിലീസായി. ഒന്ന് നമ്മുടെ താമർ സംവിധാനം ചെയ്ത ആസിഫ് അലിയുടെ നായകവേഷത്തിൽ വന്ന ചിത്രം. മികച്ച പ്രതികരണങ്ങളൊക്കെ നേടിയ ചിത്രം മുന്നോട്ട് പോവുകയാണ്. പക്ഷേ കളക്ഷൻ്റെ കാര്യത്തിൽ ഇന്നലെ അതൊന്നും കണ്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ സംഗതി. ഏകദേശം 40,00,000 രൂപ മാത്രമേ ഇന്നലെ ഈ ചിത്രത്തിൽ കളക്ട് ചെയ്യാൻ പറ്റിയുള്ളൂ. ഇന്ന് മികച്ച പ്രതികരണം തന്നെ നേടിയതുകൊണ്ട് ഈ ചിത്രം ടിക്കറ്റ് വിൽപ്പനയിലും മികച്ച നിലവാരം പുലർത്തുന്നുണ്ട്. അതുകൊണ്ട് ഇന്നലത്തെ അപേക്ഷിച്ച് ഒരു 1 കോടിക്ക് മുകളിലുള്ള തുക ഇന്ന് പ്രതീക്ഷിക്കാം എന്ന് തോന്നുന്നു. മറ്റൊരു ചിത്രമാണ് പടക്കളം. ഷെറഫുദ്ദീനും ഫുരാജ് വെഞ്ഞാറമൂടും നിറഞ്ഞാടിയ ചിത്രം.
മനു സ്വരാജാണ് ഇത് സംവിധാനം ചെയ്തിരിക്കുന്നത്, വിജയബാബുവാണ് നിർമ്മിച്ചിരിക്കുന്നത്. പ്രേക്ഷകർ ഏറ്റെടുത്ത ഒരു ചിത്രമായിട്ട് ഇതിനെ കണക്കാക്കേണ്ടി വരും. കാരണം പൊട്ടിച്ചിരിക്കാനുള്ള ഒത്തിരി മുഹൂർത്തങ്ങൾ ഈ ചിത്രത്തിലുണ്ട് എന്ന് പ്രേക്ഷകരുടെ അഭിപ്രായം വന്നിട്ടുണ്ട്. ഇതിൻ്റെ റിവ്യൂ ഞാൻ ഇടാം, എൻ്റേതായ അഭിപ്രായം ഞാൻ പിന്നിടാം. അപ്പം ഈ ചിത്രവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം നമുക്ക് കാണാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഇന്നലെ കളക്ഷൻ വളരെ കുറവായിരുന്നു. ഏകദേശം 30 ലക്ഷത്തിനടുത്തുള്ള കളക്ഷനെ ഇന്നലെ നേടാൻ പറ്റിയുള്ളൂ. ഇന്ന് മികച്ച പ്രതികരണം നേടിയാണ് ഈ ചിത്രം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ടിക്കറ്റ് വിൽപ്പന നോക്കുമ്പോൾ തുടരും എന്ന ചിത്രം ഇത്രയും ദിവസമായിട്ടും ഈ പുതിയ ചിത്രങ്ങളോടൊപ്പം തുടരുമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം. തുടരും എന്ന ചിത്രം 6980 ടിക്കറ്റ് ഇപ്പോഴും മണിക്കൂർ വിറ്റ് പോകുന്നു. തിയേറ്ററിൻ്റെ എണ്ണം കുറഞ്ഞു, ഷോയുടെ എണ്ണം കുറഞ്ഞു, ദിവസങ്ങൾ ഇത്രയും കഴിഞ്ഞു. എന്നിട്ട് പോലും തുടരുവിന് യാതൊരു മാറ്റമില്ല. തുടരും ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ 6980 ടിക്കറ്റ് വിറ്റ് പോയിട്ടുണ്ട്. പടക്കളം എന്ന് പറയുന്ന ചിത്രം 8310 ടിക്കറ്റ് ഈ മണിക്കൂർ വിറ്റ് മാറുന്നുണ്ട്. സർക്കിട്ട് എന്ന് പറയുന്ന ചിത്രം 7220 ടിക്കറ്റ് ബുക്ക് മൈ ഷോയിലൂടെ വിറ്റ് മാറുന്നു. പ്രിൻസ് ആൻഡ് ഫാമിലി, പക്ഷേ ദിലീപിൻ്റെ ചിത്രം മിക്കവാറും റിവ്യൂവർമാരൊക്കെ നല്ല പ്രതികരണങ്ങൾ നടത്തിയിട്ടുണ്ട്. നമ്മളുടെ പ്രതികരണം അല്പം നെഗറ്റീവാണെങ്കിലും മിക്കവാറും പ്രമുഖ റിവ്യൂവർമാരൊക്കെ ഈ ചിത്രത്തെ പറ്റി വലിയതായിട്ട് പുകഴ്ത്തുന്നത് കണ്ടു. പക്ഷേ ടിക്കറ്റ് വിൽപ്പന ഇത് കാണുന്നില്ല. 2340 ടിക്കറ്റാണ് മണിക്കൂർ വിറ്റ് പോകുന്നത്. ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ടിക്കറ്റ് വിറ്റുകൊണ്ടിരിക്കുന്ന ചിത്രമായിട്ട് പ്രിൻസ് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അപ്പം ചിത്രങ്ങളെല്ലാം മികച്ച അഭിപ്രായങ്ങൾ നേടിയിട്ടുണ്ട്. ചിത്രങ്ങളെല്ലാം വിജയിക്കട്ടല്ലേ. പക്ഷേ തുടരും എന്ന ചിത്രത്തിന് യാതൊരുവിധ ഭീഷണിയും ഈ പുതിയ ചിത്രങ്ങൾക്കും പറ്റിയില്ല എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത്. ആസിഫ് അലിയുടെ സർക്കിട്ടിൻ്റെ കുറച്ച് പോസ്റ്റർ വന്നപ്പോഴും അതും ആസിഫ് അലിയുടെ വിജയം തുടരുന്നു, അതുമായിട്ട് ബന്ധപ്പെട്ട് തുടരും എന്ന സിനിമയുമായിട്ട് ബന്ധപ്പെട്ട പോസ്റ്ററുകൾ അതും വളരെ രസകരമായിട്ട് എനിക്ക് തോന്നി കേട്ടോ. അപ്പോൾ എവിടെ നോക്കിയാലും തുടരും എന്ന ചിത്രത്തിൻ്റെ പറ്റിയാണ് പ്രൊമോഷനെല്ലാം. പുതിയ ചിത്രത്തിൻ്റെ പ്രൊമോഷനായാലും അത് തുടരും, ഇത് തുടരും, മറ്റേത് തുടരും എന്നൊക്കെ പറഞ്ഞാണ് അവരും പോസ്റ്റർ ഡിസൈൻ ചെയ്യുന്നത്. അത് തന്നെ തുടരും എന്ന ചിത്രത്തിനെ സംബന്ധിച്ച് വലിയൊരു കാര്യമാണ്. അപ്പോൾ അടുത്ത ആഴ്ച കൊണ്ട് കേരളത്തിൽ നിന്ന് 100 കോടി നേടുന്നു, വേൾഡ് വൈഡായിട്ട് 200 കോടി നേടുന്ന ചിത്രമായി തുടരും മാറും. അങ്ങനെ ലാലേട്ടൻ്റെ 2 ചിത്രങ്ങൾ അടുപ്പിച്ച് 200 കോടിയിലേക്ക് എത്തുന്നു എന്നുള്ള സന്തോഷകരമായ കാര്യമുണ്ട്. അപ്പം പുതിയ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് വീണ്ടും ഞാനെത്താം. ഈ പുതിയ ചിത്രങ്ങൾക്കെല്ലാം നാളെ കളക്ഷൻ ഒരുപക്ഷെ കൂടുതലായിരിക്കാം. തുടരും എന്ന ചിത്രം എനിക്ക് തോന്നുന്നു 2.5-3 കോടി റേഞ്ചിൽ തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. താല്പര്യമുള്ളവരൊക്കെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാനെത്താം. ഓക്കെ.